അതത് തദ്ദേശ സ്ഥാപനങ്ങൾ പ്രദേശത്തെ വികസന പ്രവർത്തനങ്ങൾക്കായുള്ള പണം സ്വയം കണ്ടെത്തണമെന്ന് നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ പറഞ്ഞു. പത്തനംതിട്ട ടൗൺ സ്ക്വയറിന്റെ സമർപ്പണവും ജില്ലയുടെ പിതാവും മുൻ എംഎൽഎയുമായ കെ നായരുടെ പ്രതിമ അനാച്ഛാദനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തങ്ങളുടെ പ്രദേശത്തെ വികസന പ്രവർത്തനങ്ങൾക്കായുള്ള സ്ഥലം വാങ്ങുന്നതിനുള്ള പണം സ്വയം കണ്ടെത്തണമെന്നും അങ്ങനെ കണ്ടെത്തിയാൽ സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ വേഗത്തിൽ നടപ്പിലാക്കാൻ ഇതുമൂലം സാധിക്കുമെന്നും നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ പറഞ്ഞു. പബ്ലിക് ഇവന്റ്സ് നടത്താൻ, മറ്റ് പരിപാടികൾ നടത്താനൊക്കെ ഒരു മിനിമം റെന്റ് നിങ്ങൾ നിശ്ചയിക്കണം. മിനിമം റെന്റ് നിശ്ചയിക്കുന്നില്ലെങ്കിൽ ഇതിനൊരു വിലയില്ലാതായി പോകും. അതൊരു വലിയ പൈസ നിശ്ചയിക്കണം എന്നല്ല പറയുന്നത്. ഒരു അഫോർഡബിൾ ആയ ഒരു റേറ്റ് ഇവിടെ നിശ്ചയിക്കാൻ പത്തനംതിട്ട നഗരസഭ തയ്യാറാവണം എന്നുള്ളതാണ്. അതോടൊപ്പം ഇവിടെ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ എംഎൽഎ ഞങ്ങളൊക്കെ ഒന്നിച്ചൊരു സ്ഥലത്തിരുന്നവരോ, 14ാമത് കേരള നിയമസഭയിൽ ഒരു ബ്ലോക്കായിരുന്നു. ഇപ്പൊ കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയാണ്. ഏറ്റവും മികച്ച നിലയിൽ കേരളത്തിന്റെ ആരോഗ്യ മേഖല കൊണ്ടുപോകാൻ അവർ ശ്രമിക്കുന്നുണ്ട്. പത്തനംതിട്ട നഗരമധ്യത്തിൽ പൂർത്തിയായ ടൗൺ സ്ക്വയറിന്റെ സമർപ്പണവും ജില്ലയുടെ പിതാവും മുൻ എംഎൽഎയുമായ കെ നായരുടെ പ്രതിമ അനാച്ഛാദനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പല തദ്ദേശ സ്ഥാപനങ്ങൾക്കും വികസന പ്രവർത്തനങ്ങൾക്കായി ഭൂമിയില്ലാത്തതാണ് പ്രധാന പ്രശ്നമെന്നും അദ്ദേഹം പറഞ്ഞു. ജസ്റ്റിസ് ഫാത്തിമ ബീവി സ്മാരക കവാടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. നഗരസഭാ ചെയർമാൻ ടി സക്കീർ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു. വിനോദത്തിനും വിശ്രമത്തിനും സാമൂഹിക കൂട്ടായ്മയ്ക്കുമായി പത്തനംതിട്ട നഗരസഭ 1 കോടി രൂപ ചെലവഴിച്ചാണ് ടൗൺ സ്ക്വയർ നിർമ്മിച്ചത്. പ്ലാറ്റ്ഫോം ഉൾപ്പെടെ 14 അടിയാണ് പ്രതിമയുടെ ഉയരം. പത്തനംതിട്ട മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിനു മുന്നിലായി കെ നായരുടെ പ്രതിമ നേരത്തെ സ്ഥാപിച്ചിരുന്നെങ്കിലും അബാൻ മേൽപ്പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മാറ്റേണ്ടി വന്ന സാഹചര്യത്തിലാണ് ടൗൺ സ്ക്വയറിൽ പുതിയ പ്രതിമ സ്ഥാപിച്ചത്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.